ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദിസ് ഈസ് മൈ ലൈഫ്. ഇന്ന് ക്രിസ്മസ്. അപ്പോൾ ഞാൻ രാവിലെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല, കുറേ തിരക്കുകളൊക്കെ ആയിട്ട്. അപ്പോൾ ഈവനിങ് ഞാനും അമ്മയും കൂടെ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്ത് തന്നെ ഒരു പുൽക്കൂടൊക്കെ കണ്ട് അവിടെ ക്രിസ്മസ് കാർണിവലൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾറെഡി ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 5:30 ആവുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഉള്ള വിശേഷങ്ങളും അങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ കൂടെ ആഡ് ചെയ്തിട്ട് ഈ വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലുള്ള വിശേഷങ്ങളൊക്കെ കാണാം. സോ ഇത് എൻ്റെ വീട്ടിലെ പുൽക്കൂടാണ് കേട്ടോ. ഇതെൻ്റെ അമ്മ ചെയ്തതാണ്. അമ്മയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്മ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പോൾ അമ്മ റെഡിയാക്കിയ പുൽക്കൂടാണിത്. എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാമല്ലേ? ഇത് മുന്നേ മേടിച്ച് വെച്ച പുൽക്കൂട് സെറ്റാണ്. ഇപ്പോൾ എല്ലാ വർഷവും പറ്റുന്ന പോലെ അമ്മ ഇത് റെഡിയാക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ അമ്മ ചെറുതായിട്ട് പുൽക്കൂടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് ഇതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ക്രിസ്മസ് കാർണിവൽ കാണാനായിട്ട് പോവുകയാണ്. നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലെ മലയൻകീഴിൽ മേപ്പുക്കട ഉള്ള ചർച്ചിലാണ് ക്രിസ്മസ് കാർണിവൽ നടക്കുന്നത്. ഡിസംബർ 23 ജാനുവരി 1 വരെയാണ് കാർണിവൽ നടക്കുന്നത്. അപ്പോൾ നൈറ്റ് 1 മണി വരെ ഉണ്ടെന്നാണ് തോന്നുന്നത്. കറക്റ്റ് എനിക്ക് നൈറ്റ് ടൈം അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ പോയ ടൈമിന് അവിടുത്തെ ഈ ഓൾ ഇന്ത്യൻസൊക്കെ പറഞ്ഞത് 1 മണി വരെയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ കൂടുതലും നൈറ്റ് പോയി കാണുന്നതായിരിക്കും അതിൻ്റെ ഭംഗി. മാത്രമേ അതിൻ്റെ ലൈറ്റിങ്ങിൻ്റെയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനും അമ്മയും കൂടെ ബസ്സിലാട്ടോ പോയത്. ഞങ്ങളുടെ അവിടെ നിന്ന് ഈ കാർണിവൽ നടക്കുന്ന ചർച്ചിലോട്ട് പോകാനായിട്ട് ഒരു ബസ്സിന് ഒരു 15-20 മിനിറ്റേ ഉള്ളൂ കേട്ടോ പോകാനായിട്ട്. അപ്പോൾ ബസ് കിട്ടി, വേഗം തന്നെ ഞങ്ങൾ അവിടെ എത്തി. ഞാൻ പറഞ്ഞതുപോലെ ടിക്കറ്റ് 90 രൂപയാണ്. ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു സാൻഡോ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാൻഡോൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതലും ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഒരു 6:30 ആ ഒരു ടൈമായി. അപ്പോൾ ആ ലൈറ്റിൻ്റെ ഭംഗിയൊക്കെ ചെറുതായിട്ടൊന്ന് അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളുമായിരുന്നു. തിരക്കുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യത്തിന്. ഞങ്ങൾ പോയ ടൈം തന്നെ കുറച്ച് നേരം ക്യൂവിൽ നിന്നിട്ടൊക്കെ ടിക്കറ്റ് എടുത്തത്. 2 ലൈനായിട്ടുള്ള ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ക്യൂവിൽ നിന്നാണ് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയത്. അകത്ത് കയറിയപ്പോഴും അത്യാവശ്യം തിരക്ക് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഫോട്ടോ സെഷൻ എടുക്കുന്ന സ്ഥലത്തും എല്ലായിടത്തുമായിട്ട്. അപ്പോൾ ഈ സാൻഡോ കണ്ടിട്ട് അതിൻ്റെ സൈഡിലായിട്ട് തന്നെ കുറച്ചിങ്ങനെ സൺഫ്ലവേഴ്സിൻ്റെ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്നിട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. അതും പിന്നെ കുറേ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരുന്നു ഫോട്ടോ സെഷനായിട്ട് തന്നെ. അപ്പോൾ ഞാൻ അമ്മയെ നിർത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് വീഡിയോ എടുത്തു. സാൻഡോ സെക്ഷൻ കഴിഞ്ഞിട്ട് അടുത്തുള്ള വേ എന്ന് പറയുന്നത് പുൽക്കൂടിൻ്റെതാണ്. അപ്പോൾ ഈ സാൻഡോ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് പോകുന്നത് പുൽക്കൂട് കാണാനായിട്ടാണ്. പുൽക്കൂടിൻ്റെ സെഷൻ കാര്യമായിട്ട് തന്നെ അവർ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പണ്ട് കാലത്തുള്ള വീട്, പുൽമേഞ്ഞ വീട്, വൈക്കോൽ മേഞ്ഞ വീട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, പണ്ടുള്ള മൺചട്ടി, ഭരണി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല എല്ലാ വർഷവും അവർ ഇതേപോലത്തെ പുൽക്കൂടിനുള്ളിൽ അവർ ജീവനുള്ള മൃഗങ്ങളൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണയും അത് ഉണ്ടായിട്ടുണ്ട്. കുതിര, ഒട്ടകം, പിന്നെ ആട്, ചെമ്മരിയാട്, പ്രാവ്, താറാവ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവരവിടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുതിരയുടെ അടുത്തൊന്നും അധികം തിരക്കില്ലായിരുന്നു, ആൾക്കാർ ഫോട്ടോസ് എടുക്കാനും തൊടാനുമായിട്ടൊക്കെ. ഈ ചെമ്മരിയാടിൻ്റെ അടുത്ത്, കഴുതയുടെ അടുത്ത് ഒക്കെയാണ് ഭയങ്കര തിരക്കായിരുന്നത്, ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനായിട്ടൊക്കെ. അപ്പോൾ ഈ ഒരു സെക്ഷനാണ് കുറച്ചധികം ആൾക്കാർ ക്രൗഡായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും വീഡിയോസൊക്കെ എടുത്തു അവിടെ പോയി നിന്നിട്ട്. പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കഴുതയെ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. ഞാൻ അതിന് മുന്നേ കണ്ടതായിട്ടുള്ളൊരു ഓർമ്മ എനിക്കില്ല. അപ്പോൾ ഞാൻ കുറച്ചധികം നേരം അവിടെ നിന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ആൾക്കാർ കൂടുതൽ തിരക്ക് അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. കഴുത നിൽക്കുന്നിടത്ത് വീഡിയോസ് എടുക്കുക, ഫോട്ടോസ് എടുക്കുക, അതിനെ തൊടുക. കുഞ്ഞുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചധികം എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും ഈ മൃഗങ്ങളെയൊക്കെ കാണുന്നത്, കുറച്ച് ജീവനുള്ള മൃഗങ്ങളെയൊക്കെ കാണുന്നത്, അതിനെ തൊടുന്നത്. കുറേ കുഞ്ഞുകുട്ടികളുണ്ടായിരുന്നു കേട്ടോ, അവർക്ക് ഇങ്ങനെ തൊടാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ ആടും ചെമ്മരിയാടൊക്കെ ഇങ്ങനെ നിന്നു കൊടുക്കുന്നുണ്ടായിരുന്നു തൊടാനായിട്ടൊക്കെ. അപ്പോൾ ഞാനും കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. പിന്നെ ഈ പ്രാവ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ.
അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒട്ടകവും ഉണ്ടായിരുന്നു. ഒട്ടകം വളരെയധികം ക്ഷീണിച്ച ഒരു ഒട്ടകമായിരുന്നു. അതിൻ്റെ ഹെയറൊക്കെ പോയി തുടങ്ങി. പിന്നെ അവിടെ നിൽക്കുന്ന ആൾ അതിന് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് അത് അങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഉണ്ണീശ്വരൻ്റെ ഇതായിരുന്നു അവർ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തും കാലിത്തൊഴുത്തിൽ പിറന്നത് കൊണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സാണ് അവരവിടെ ചെയ്തിരുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പശുത്തൊഴുത്ത്, പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഉണ്ണീശോയുടെ ഈ ഒരു സ്റ്റാച്ചു, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവരവിടെ അറേഞ്ച് ചെയ്തിരുന്നത്. നമ്മൾ പുൽക്കൂട് സെറ്റ് മേടിക്കുമ്പോൾ നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൽ കുറേ ആടിൻ്റെയൊക്കെ സ്റ്റാച്ചു അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കാണുന്ന സെയിം ടൈപ്പ് തന്നെ, ചെറിയ ടൈപ്പ് ആടൊക്കെ ആയിരിക്കും ബ്ലാക്കും വൈറ്റ് അതിലുണ്ടായിരുന്നത്. അതേപോലെ സെയിം തന്നെയായിരുന്നു ഇവിടെ അവർ കൊടുത്തിരുന്നത്. അതിനെ കുറച്ചുകൂടെ നല്ല ഇഷ്ടപ്പെട്ടു ചെറിയ ടൈപ്പ് കണ്ടപ്പോഴേക്കും. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു. അത് കഴിയുമ്പോഴേക്കും കുറച്ചിങ്ങനെ നടന്ന് അടുത്ത സെക്ഷനിലോട്ട് പോകുന്നൊരു വേ ആയിരുന്നു. അതിൻ്റെ അടുത്ത് ഒരു കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ പുറത്ത് വരുമ്പോഴേക്കും തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു സ്റ്റേജ്, പിന്നെ അതനുസരിച്ച് ഫുഡിൻ്റെ സെക്ഷനും, പിന്നെ കുറേ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്, ഫുഡിൻ്റെ സെക്ഷൻ, പിന്നെ അടുത്തെന്താ കുറച്ച് 1-2 ഫാൻസി സ്റ്റോറ്, അങ്ങനെയൊക്കെ ആയിരുന്നു. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ നമുക്ക് അടുത്ത് വേറൊരു സെക്ഷനോട്ട് ഒരു സ്നോഫോൾ പോലത്തെ ഒരു കാണാനായിട്ടുള്ളൊരു സെക്ഷൻ അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടാൽ മനസ്സിലാവും നല്ല തിരക്ക് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ സ്നോഫോൾ കാണാനായിട്ടാണ് ഉള്ളിലോട്ട് പോയത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒന്നും സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ എല്ലാ വേയും ഇങ്ങനെ കടന്നു പോയാൽ മാത്രമേ നമുക്ക് ലാസ്റ്റ് എത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്നോഫോൾ കാണാനായിട്ട് ഉള്ളിലോട്ട് കയറുന്നു. ഫുള്ള് ക്ലോസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് പോകുമ്പോഴേക്കും നമുക്ക് വേറൊരു ഫീലാണ് കിട്ടുന്നത്. അവിടെ അത്തരത്തിലാണ് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അതിനകത്തെ അറേഞ്ച്മെൻറ്റ്സൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാ വർഷവും അവർ കുറച്ച് വെറൈറ്റിയൊക്കെ കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തവണയും അവരതിന് കുറച്ചധികം വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതിനകവും കാണാനായിട്ട്. പിന്നെ AC ഒക്കെ അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു തണുപ്പിൻ്റെ ഫീലും അവിടെ നിൽക്കുന്നതിൻ്റെ ഒരു ഫീലൊക്കെ വേറെ കിട്ടുമായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഞാനും അമ്മയും ഒരു ജ്യൂസ് കുടിച്ചു. അവിടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് വരുമ്പോഴേക്കും ഫുഡിൻ്റെ സെക്ഷനും, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഫാൻസി സ്റ്റോറൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് ഞാനും അമ്മയായിട്ട് ജ്യൂസൊക്കെ ഇങ്ങനെ കുടിച്ചിട്ട് കുറച്ച് നേരം അവിടെ നിന്നും. അതിൻ്റെ അടുത്തായിട്ട് തന്നെ സ്റ്റേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് പ്രോഗ്രാമൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഇത് പിന്നെ എല്ലാ നമ്മുടെ പരിപാടികൾക്കും ഉള്ളതുപോലെ തന്നെയാണ്. കുറച്ച് ഫുഡ് സെക്ഷൻ, ജ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അവിടെയും ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനും അമ്മയും ട്രൈ ചെയ്തു, കഴിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് മുന്നിലോട്ട് നടക്കുമ്പോഴേക്കും അടുത്ത് വീണ്ടും കുറച്ച് നടക്കാനായിട്ടുള്ളൊരു ഏരിയ ആണ്. പിന്നെ ഈ ഫുഡ് കഴിയുമ്പോഴേക്കും അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ ഫാൻസി സ്റ്റോറായിരുന്നു. അതിൻ്റെ അടുത്ത് ഒരു സ്റ്റോർ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അത്യാവശ്യം കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര വിലയാണോ എന്ന് കേട്ടാൽ എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. കുറച്ച് അധികം ലിമിറ്റഡ് ആയിട്ടുള്ള വില തന്നെയായിരുന്നു. അപ്പോൾ അത്യാവശ്യം നമുക്ക് എല്ലാ സാധനവും മേടിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഞാനും അമ്മയും കമ്മലും മാലയൊക്കെ ഇങ്ങനെയൊക്കെ കുറേയൊക്കെ നോക്കി. എനിക്ക് 2-3 വളയൊക്കെ മേടിക്കണമായിരുന്നു, കോളേജിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തതൊക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് വളയൊക്കെ ഇങ്ങനെ നോക്കി. അത് കഴിയുമ്പോഴേക്കും നമ്മളടുത്ത് കുറച്ച് നടക്കാനായിട്ടുള്ള ഏരിയയാണ് ചർച്ചിൻ്റെ ഫ്രണ്ടിലായിട്ട്. ഇതായിരുന്നു കേട്ടോ അവിടെ ചർച്ചിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ലൈറ്റ് അറേഞ്ച്മെൻറ്റ്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം ഞാനും അമ്മയും അവിടെ നിന്ന് ലൈറ്റൊക്കെ ഇങ്ങനെ കണ്ടതിന് ശേഷം അതിനടുത്തായിട്ട് തന്നെ വീണ്ടും നമുക്ക് കുറച്ച് മുകളിലോട്ട് ഇങ്ങനെ നടക്കാനായിട്ടുള്ള ഒരു ഏരിയയാണ്, ലൈറ്റൊക്കെ കണ്ടിട്ട്. അങ്ങനെ കുറച്ച് ദൂരമൊക്കെ ഇങ്ങനെ നടന്നു. അത് കഴിയുമ്പോഴേക്കും അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ നമുക്ക് ഒട്ടക സവാരി, കുതിര സവാരി ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒട്ടക സവാരിക്ക് 100 രൂപയും പിന്നെ കുതിര സവാരിക്ക് 50 രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഏജ് ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ അവിടെയൊക്കെ സവാരി ചെയ്യാനായിട്ട്. ഞങ്ങൾ പോകുന്ന ടൈമിൽ നല്ല ചെറുതായിട്ടുള്ളൊരു കുഞ്ഞ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അതിൽ നിന്ന് എടുത്തപ്പോഴേക്കും അത് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഓക്കെ, അതിന് നല്ലൊരു ഏരിയ തന്നെയായിരുന്നു അത് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ആ കുഞ്ഞുകുട്ടി ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അതിന് ഭയങ്കര പേടിയൊന്നുമില്ലായിരുന്നു കേട്ടോ. ആൾ നല്ല ചിരിച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ട്രൈ ചെയ്യാനായിട്ടൊരു ഓപ്ഷനും അവിടെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മൾ വീണ്ടും കുറച്ച് മുകളിലോട്ട് നടക്കാനായിട്ടുള്ള ഒരു ഏരിയയാണ്. വീണ്ടും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ട് ഇങ്ങനെ നടക്കാം. നടന്നു പോയതിന് ശേഷം അതിൻ്റെ അടുത്തായിട്ട് നല്ല ഒരു 400 അടി ഹൈറ്റിനായിട്ടുള്ളൊരു
ട്രീ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ട്രീ മീൻസ് ലൈറ്റാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തും കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 2026 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും അത്യാവശ്യം നല്ല ക്രൗഡായിരുന്നു കേട്ടോ ഏരിയ കാണാനായിട്ട്. ഇതവിടെ നമ്മൾ മുകളിൽ നിൽക്കുമ്പോൾ ഒരു വ്യൂ ആണ്. നമ്മൾ പോകുന്നത് ഓരോ ഹൈറ്റ് ഇങ്ങനെ കയറി കയറിയാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഇത് കാണാനായിട്ട്. കൂടുതലും നമ്മൾ നൈറ്റ് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് അറിയാൻ പറ്റുന്നത്. ഏകദേശം ഞാനും അമ്മയും ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവിടെ അകത്തെത്തി. ഇതിപ്പോൾ ഒരു 8 മണി ടൈമൊക്കെയാണ് കേട്ടോ. അത്രയ്ക്കും നടന്ന് കാണാനായിട്ടുള്ള അത്രയ്ക്കും സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ ഒരു 8 മണി ടൈമിനൊക്കെ ഇവിടെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ മാക്സിമം നൈറ്റ് പോകുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. 1 മണി വരെയൊക്കെ ഉണ്ടെന്നാണ് അവിടെ നിൽക്കുന്ന ഈ വോളണ്ടിയേഴ്സൊക്കെ പറഞ്ഞത്. പിന്നെ നമ്മൾ ടൈം പോകുന്നതനുസരിച്ച് നല്ല ക്രൗഡാവും കേട്ടോ. ടിക്കറ്റ് എടുക്കുന്ന സെക്ഷനൊക്കെ അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനും അമ്മയും വന്ന ടൈം തന്നെ. അപ്പോൾ മാക്സിമം കുറച്ചധികം നേരത്തെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ കുറച്ച് ലേറ്റ് ആവുന്നത് വരെയൊക്കെ നടന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി കിട്ടും. അപ്പോൾ കാട്ടാക്കടയൊക്കെ ഉള്ളവർക്ക് കുറച്ചധികം വേഗം വന്ന് പോകാൻ പറ്റുന്ന ദൂരത്തിൽ തന്നെയാണ് ഈ ചർച്ച് ഉള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു ട്രീ. അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു 400 അടി ഹൈറ്റിനുള്ളൊരു ട്രീ, ക്രിസ്മസ് ട്രീ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സെക്ഷൻ അക്വേറിയം ആയിരുന്നു. അപ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഫിഷൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അവർ വിൽക്കാനായിട്ടുമുണ്ട്. അതല്ലാണ്ട് നമ്മൾ ഈ അക്വേറിയം ചെയ്ത് വെച്ചിട്ടുള്ള പല മോഡൽസും അതും വിൽക്കാനായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൾക്കാർ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ തന്നെ ക്ലിയർ ചെയ്യാം. അങ്ങനത്തെ ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്സ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചർച്ചിൻ്റെ വേറൊരു സൈഡായിട്ടാണ് വരുന്നത്. നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകുമ്പോഴേക്കും അവിടെ നിന്നുള്ളൊരു ഫ്രണ്ട് വ്യൂ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ താഴെ നിറയെ ക്രൗഡ് കാണുന്നുണ്ട്. ഇത് ഫുള്ള് ക്യൂ നിൽക്കുന്നതാണ് ടിക്കറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ കുറച്ചധികം നേരത്തെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്രയും ടിക്കറ്റ് എടുക്കാനായിട്ടുള്ള ക്രൗഡ് കാണില്ല. പിന്നെ അടുത്തായിട്ടുള്ളൊരു വാട്ടർ ഫാൾസിൻ്റെ ഒരു സെക്ഷനാണ്. ഫസ്റ്റ് ഞങ്ങൾ പോയ ടൈമിൽ അത് വർക്ക് ചെയ്യില്ലായിരുന്നു. അതിൻ്റെ എന്തോ ലൈറ്റ് ഇഷ്യൂ ആയിട്ട് അത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. കുറച്ചൊരു 5 മിനിറ്റോളം അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവരത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീഡിയോ കാണുന്നതിനെക്കാട്ടിലും നേരിട്ട് കാണുമ്പോൾ ഒരു ഫീൽ വേറെ തന്നെയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. നല്ല തിരക്കായിരുന്നു ഇത് കാണാനായിട്ട്. അവിടെ ഒരു ഫുള്ള് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അവിടെ ഫുള്ള് നല്ല തിരക്കായിരുന്നു ഇത് കാണാനായിട്ട്. അപ്പോൾ കുറച്ച് നേരമൊക്കെ അത് ഞാനും അമ്മയും അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഏരിയ വന്നിട്ട് നമ്മളെല്ലാ ഈ കാർണിവൽസിലൊക്കെ ഉള്ളതുപോലെ തന്നെയാണ് ഓരോ പ്രോഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ബ്രാൻഡൊക്കെ വന്നിട്ടുള്ള കുറച്ച് ഷോപ്പും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു അടുത്തുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്നത് ഫുഡിൻ്റെ സെക്ഷനും പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കുറേ പാർക്ക്, റൈഡ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ അടുത്തായിട്ട് തന്നെ വീണ്ടും അഗെയിൻ കുറേ ഫുഡിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. കൂടുതലും ഗെയിം തന്നെയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് നമ്മുടെ എക്സിറ്റാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 hours മേലെ നമുക്കവിടെ നടന്ന് കാണാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 90 രൂപയ്ക്ക് ഇത് വെർത്താണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെയായിരുന്നു. കൂടുതലും നൈറ്റ് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ മലയൻകീഴ് മേപ്പുക്കടയാണ് ഈ ചർച്ചുള്ളത്. അത്യാവശ്യം അടുത്തൊക്കെ വന്നു പോകാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ വന്നു പോയി ഇത് കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. പിന്നെ അടുത്ത് വേറൊരു സെക്ഷനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പെൺകുട്ടികൾക്കെല്ലാം ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് കുപ്പിവളയുടെ ഒത്തിരി ഡിഫറെൻറ്റ് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ വിലയും വില കുറവായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അത് കുപ്പിവളയ്ക്ക് മാത്രമായിട്ടൊരു ഷോപ്പ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മുടെ നോർമൽ ഷോപ്പിലൊക്കെ ഉള്ളതിനെക്കാട്ടിലും ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ ഞാൻ അവിടെ കണ്ടു. അപ്പോൾ കുപ്പിവളയൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും വരാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവിടെ മാക്സിമം ഉണ്ടായിരുന്നത്. അപ്പോൾ മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ കവർ ചെയ്തു. എത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനും അമ്മയും ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. ഒരു 9 മണിയൊക്കെ കഴിഞ്ഞു ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ. പോയി വരാൻ പറ്റുന്ന ദൂരത്തിലുള്ളവർക്കാണെങ്കിൽ
ഇത് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. 90 രൂപയ്ക്ക് ഇത് വളരെയധികം വർത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലത്തുള്ള എൻ്റെ ഇന്നത്തെ വ്ളോഗ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. വീട്ടിൽ എത്തിയപ്പോൾ തന്നെ നല്ല ലേറ്റായി. അപ്പോൾ അടുത്ത് ഞാൻ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല, ടയേർഡായി. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസുകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല ഇൻഫർമേഷണൽ വീഡിയോസുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതെനിക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് പോകാവുന്നതാണ്. ജാനുവരി 1 വരെ മാത്രമേ ഉള്ളൂ ഈ ഒരു കാർണിവൽ. അപ്പോൾ മാക്സിമം യൂസ്ഫുള്ളാക്കുക എല്ലാവരും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. Thank you. Happy Christmas and advance Happy New Year to all. Thank you.